ഹായ് ഡിയേഴ്സ്, ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും മാത്രമാണോ അന്നജം അഥവാ സ്റ്റാർച്ച് ധാരാളമായി അടങ്ങിയിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയാണ് ഈ പരീക്ഷണത്തിലൂടെ. നോക്കൂ, ഇത് ഈന്ത് അഥവാ സൈക്കസിൻ്റെ കായ, ഈ കായ പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ് ഇത്. മറ്റൊന്ന് കുടപ്പൻ അഥവാ ഫാൻ ലീഫ്, അതിൻ്റെ തടിയുടെ ഉൾവശത്തു നിന്നെടുത്ത ചോറ്, ആ ചോറ് പൊടിച്ചുണ്ടാക്കിയ പൊടിയാണ് ഇത്. ഇവയിൽ അന്നജത്തിൻ്റെ സാന്നിധ്യം എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. അയഡിൻ ലായനി ചേർത്തുകൊണ്ട് നോക്കാം. നോക്കൂ, കടും നീല നിറം ലഭിച്ചിരിക്കുന്നു ഇല്ലേ? അയഡിൻ ലായനി ഒഴിച്ച അത്രയും ഭാഗത്ത് നല്ല നീല നിറം ലഭിച്ചിരിക്കുന്നു. അയഡിൻ ലായനി അന്നജത്തിന്റെ സാന്നിധ്യത്തിൽ കടും നീല നിറം കാണിക്കുന്നു എന്ന് നമുക്കറിയാം. ഇതിൽ നിന്നും ഈന്തും കുടപ്പനയും ധാരാളം അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ കിഴങ്ങുവർഗ്ഗങ്ങളും ധാന്യങ്ങളും മാത്രമല്ല, മറ്റു ഒറ്റപ്പെട്ട ചില സസ്യങ്ങളിലും ധാരാളം അന്നജം അടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താം.